നിന്റെ ലൈഫിൽ അങ്ങനെയൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നോ? 10th പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു പാവം ഉണ്ടായിരുന്നു. പേര് രാജമ്മ. ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരില്ല, കാശും ഇല്ല. പക്ഷേ രാജമ്മ എല്ലാ ദിവസവും 2 പൊതിച്ചോറ് കൊണ്ടുവരും. ഒന്ന് അവനും ഒന്ന് എനിക്കും. എടാ നീ കഴിക്ക്, അമ്മ 2 പേർക്ക് ഉണ്ടാക്കിയതാ എന്ന് പറയും. അങ്ങനെ ഒരു വർഷം അവളുടെ ചോറ് തിന്നാണ് ഞാൻ SLC പാസ്സായത്. സ്കൂൾ കഴിഞ്ഞ് ഞാൻ പട്ടണത്തിൽ പോയി. വലിയ ജോലി. രാജമ്മയെ മറന്നു. 20 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ BMW-യിൽ പോകുമ്പോൾ സിഗ്നലിൽ ഒരു ഭിക്ഷക്കാരി വന്നു കൈ നീട്ടി. നോക്കിയപ്പോൾ അത് രാജമ്മ. ഞാൻ കാറിൽ നിന്നിറങ്ങി ഓടിച്ചെന്നു. രാജമ്മേ, എടി നിനക്ക് എന്തു പറ്റി? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി അന്ന് അമ്മയ്ക്ക് ഒരാൾക്കുള്ള ചോറിനെ അരി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നീ പട്ടിണി കിടക്കേണ്ടെന്ന് കരുതി അമ്മ പകുതി പട്ടിണി കിടന്നു. ബാക്കി 2 പേർക്കായി പങ്കുവച്ച് നിനക്ക് തന്നതാ. അമ്മ മരിച്ചപ്പോൾ പിന്നെ എനിക്ക് ആരും ഇല്ലാതായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കോടികളുണ്ട്, പക്ഷേ ആ പൊതിച്ചോറിൻ്റെ കടം എനിക്ക് ഇനി ഒരിക്കലും വീട്ടാൻ പറ്റില്ല. പൊന്നെ, നിന്റെ ജീവിതത്തിൽ രാജമ്മമാരുണ്ടോ? ഇന്നു തന്നെ അവരെ ഒന്ന് വിളിക്ക്. നാളെ വൈകിയാൽ നീയും എൻ്റെ പോലെ കരയും.